പാശ്ചാത്യ രാജ്യങ്ങളെയും നാറ്റോ സഖ്യത്തെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് റഷ്യ. ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈലായ ഒരേഷ്നിക് സഖ്യരാജ്യമായ ബെലാറസിൽ വിന്യസിച്ചിരിക്കുകയാണ് റഷ്യ. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ അയൽ രാജ്യമായ ബെലാറസിൽ യുദ്ധസജ്ജമായി കഴിഞ്ഞെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ട്രക്കിൽ ഘടിപ്പിച്ച മിസൈലുകൾ ബെലാറസിലേക്ക് എത്തുന്നതിന്റെ വീഡിയോയും റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട്. റഷ്യയുടെ അതിർത്തിക്ക് പുറത്ത് ഒരേഷ്നിക് മിസൈലുകൾ സ്ഥിരമായി വിന്യസിക്കുന്നത് ഇത് ആദ്യമാണ്. ഏകദേശം 10 മിസൈൽ സിസ്റ്റങ്ങൾ ബെലാറസിൽ എത്തിക്കുമെന്ന് ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ വ്യക്തമാക്കി. ശബ്ദത്തെക്കാൾ 10 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകളെ തകർക്കാൻ നിലവിലെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല എന്നാണ് റഷ്യയുടെ പ്രധാന അവകാശവാദം. പോളണ്ട്, ലിത്വാനിയ, ലാത്വിയ എന്നീ നാറ്റോ രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ബെലാറസിൽ മിസൈൽ എത്തിയതോടെ യൂറോപ്യൻ നഗരങ്ങൾ റഷ്യയുടെ ആക്രമണ പരിധിയിലായി എന്നതാണ് പ്രധാന കാര്യം. വിക്ഷേപിച്ചാൽ വെറും 3 മിനിറ്റിനുള്ളിൽ പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സോയിലും 17 മിനിറ്റിനുള്ളിൽ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലും എത്താൻ ഇതിന് സാധിക്കും എന്നത് മറ്റൊരു പ്രത്യേകത. ഒരേ സമയം 6 ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. 5500 കിലോമീറ്ററാണ് ഇതിന്റെ ആക്രമണ പരിധി. യൂറോപ്പിലെവിടെ വേണമെങ്കിലും മിനിറ്റുകൾക്കകം ആക്രമണം നടത്താൻ ഇതിലൂടെ റഷ്യയ്ക്ക് സാധിക്കും. യുക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇടപെടുന്നതിനും റഷ്യൻ മണ്ണിലേക്ക് യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾക്കും മറുപടിയായാണ് ഈ നീക്കവും എത്തുന്നത്. കിഴക്കൻ ബെലാറസിലെ വ്യോമതാവളത്തിലാണ് മിസൈലുകൾ വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന പ്രധാന സൂചന. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലെ ഈ നീക്കം വലിയ ആശങ്കയാണ് യൂറോപ്പിലുണ്ടാക്കിയിരിക്കുന്നത്. റഷ്യൻ മിസൈൽ വിന്യാസത്തെ അതീവ ഗൗരവത്തോടെയാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും കാണുന്നതും. ഈ നീക്കം യൂറോപ്പിലെ സമാധാന അന്തരീക്ഷത്തിന് വലിയ ഭീഷണിയാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. പുടിന്റെ വസതി ലക്ഷ്യം വെച്ച് യുക്രൈൻ ആക്രമണം നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം റഷ്യ അറിയിച്ചിരുന്നു. ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമം ഉണ്ടായെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോവും വ്യക്തമാക്കി. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ലാവ്റോവ് കൂട്ടിച്ചേർത്തിരുന്നു. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്ന് മണിക്കൂറുകൾക്കകമാണ് റഷ്യയുടെ വെളിപ്പെടുത്തൽ. നോവ്ഗൊറോദിലെ പുടിന്റെ വസതിക്ക് നേരെ ആക്രമണ ശ്രമം നടന്നെന്നാണ് ആരോപണം. റഷ്യൻ സേന ഡ്രോൺ ആക്രമിച്ച് തകർത്തെന്നും ലാവ്റോവ് വിശദമാക്കുന്നു. ആളപായമോ നാശമോ ഇല്ല. സമാധാന ശ്രമങ്ങൾക്കിടയിലെ ഇത്തരം നീക്കങ്ങൾ അപലപനീയമാണെന്നും ഇതിന് തിരിച്ചടി നൽകാതിരിക്കില്ല എന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പും നൽകിയിരുന്നു. അമേരിക്കയുമായുള്ള സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്മാറില്ല, പക്ഷേ ഇനി വിട്ടുവീഴ്ചകൾ ഉണ്ടാവില്ല എന്നും ലാവ്റോവ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞത്. 4 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ആക്രമണം നടന്നത് എന്നതാണ് പ്രധാനമായും ചർച്ചയായതും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.